സ്റ്റേജിലിരിക്കുന്ന പ്രമുഖരെ, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ BJP വോട്ടേഴ്സിനോടും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഖുഷ്ബു വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ തിരക്കാണെന്ന് പറഞ്ഞ് മുങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണദാസ്ജിക്ക് വോട്ട് എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ 4ാമത്തെ തവണയാണ് മത്സരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ. അദ്ദേഹത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാരി എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് 28 വർഷമായിട്ടും ഇതുവരെ എൻ്റെ സ്വന്തം നാട്ടുകാരൻ കാട്ടാക്കടയിൽ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളോട് വോട്ട് തന്നെ ചോദിക്കാൻ ഞാൻ വന്നില്ല എന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ എല്ലാ വെയറബൌട്ട്സും അറിയുന്നത് കൊണ്ട് തന്നെ സത്യസന്ധനായ നല്ല ഹൃദയമുള്ള ഒരാൾ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. കാരണം മലബാറിലുള്ള രക്ഷിതാക്കൾ വളർത്തുന്ന മക്കൾ എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി കുറച്ചു കാലം പറയുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ഭരണം കണ്ടപ്പോൾ അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് ഈ സർക്കാർ ഒന്ന് മാറണമേ, മാറ്റിത്തരണമേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൃഷ്ണദാസ്ജിക്ക് ഇവിടെ വന്നാൽ മാത്രമല്ലേ നമുക്ക് അദ്ദേഹത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് നമ്മൾക്ക് സംഭവങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീ ശക്തി സംഗമം എന്നിവിടെ പേര് കണ്ടപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ സ്ത്രീകളോട് എനിക്ക് അഭിമാനമാണ് തോന്നിയത്. സ്ത്രീ ശക്തി എന്ന് പേരെടുക്കുമ്പോൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാം തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങൾ വന്നാലും അസലായി ബോൾഡായി മുന്നോട്ട് ഇറങ്ങണം. അത് ഇറങ്ങാത്തതിൻ്റെ കുഴപ്പം ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ പല കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് വഴി ആയതുകൊണ്ട് തന്നെ അവിടെ ചാഞ്ചാടി നിൽക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സന്തോഷങ്ങളും കിട്ടുമ്പോൾ BJP എന്ന് പറഞ്ഞ് ദൈവഭക്തിയോടുകൂടി കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടി നടത്തുന്ന നമ്മുടെ ആളുകൾ പിന്നോട്ടായി പോകുന്നുണ്ട് എന്നൊരു വേദന എനിക്ക് തോന്നാറുണ്ട്.